ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് പൂമയുടെ RSX എഫക്റ്റ് ടർബോ എന്നൊരു സ്നീക്കറാണത്. അപ്പോൾ നമ്മളിന്നത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി അൺബോക്സിങ് ചെയ്തിട്ടേ നമുക്ക് ഡെലിവറി നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു സൈഡ് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. ബട്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടി അൺബോക്സ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഷൂ ഭ്രാന്തന്മാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ഷൂ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് പൂമയുടെ RSX എഫക്റ്റ് ടർബോ എന്നൊരു മോഡലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ കാലിൻ്റെ സൈസ് വന്നിട്ട് 6ആണ്. അപ്പോൾ ഞാൻ ഒരു 6.5 അതായത് 6.5 സൈസുള്ള ഇതാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതെനിക്ക് ഏകദേശം 6000 രൂപയായി വിഷുവിന്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ കുറേ ദിവസം നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്നാലോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ബോക്സ് വരും. അവിടെ തന്നെ നമുക്ക് പൂമയുടെ എംബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പൂമയിലും വരുന്നത് പോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11,999. ബട്ട് ഫ്ലിപ്കാർട്ടിൽ ഇത് ഏകദേശം 6000 രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത്. അപ്പോൾ അതിൽ ആ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റൈല് വന്നിട്ട് RSX എഫക്റ്റ് ടർബോ എന്ന ബ്രാൻഡ്. കളർ വന്നിട്ട് ഫെദർ ഗ്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൺട്രി ഓഫ് ഒറിജിൻ വിയറ്റ്നാം. പിന്നെ ഇവിടെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 6.5 എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് UK സൈസാണ് 6.5. ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് 6.5 കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒന്നുകൂടെ ആ മോഡലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഷൂവ്. ഞാൻ എന്താ മെയിനായിട്ട് പ്ലെയിൻ വെയിറ്റ് മേടിക്കാൻ ചെന്നതെന്ന് വെച്ചാൽ, ഞാൻ ബൈക്കൊക്കെ ഓടിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഓൾറെഡി നിറയെ വൈറ്റ് ഷൂസ് ഉണ്ട് എൻ്റെ. അത് ഫുള്ള് ഈ സൈഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ ഫുള്ള് ഒരുമാതിരി അഴുക്കാവും. അത് നമുക്ക് കറക്റ്റായിട്ട് കഴുകിയാലും അത് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലെയിൻ വെയിറ്റ് എടുക്കാത്തത്. ഞാൻ ഒരു ഗ്രേ മിക്സ് എടുക്കാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ ഇത് കുറച്ച് നല്ല വെയിറ്റുള്ള പോലെ ഉണ്ട്. നല്ല വെയിറ്റുള്ള ഷൂ ആണ് കേട്ടോ അത്. അടിപൊളി. അപ്പോൾ ഇതാണ് ഷൂ. അതിലെ ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് 2 എണ്ണമാണ് വരുന്നത്, 2 ഷൂ. അതുപോലെ തന്നെ ബോക്സിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബോക്സ് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ഷൂ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിൽ തന്നെ കുറേ മോഡലുണ്ട്. RSXൻ്റെ തന്നെ കുറേ മോഡലുണ്ട്. എനിക്ക് ആദ്യം സൈസ് ചെറുതായിട്ട് ഏതാണ് എനിക്ക് ഏത് സൈസാണ് സ്യൂട്ടാകാമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഞാൻ കോയമ്പത്തൂരാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ഇവിടെ തന്നെ പോകുമ്പോൾ ഷോറൂമിൽ പോയിട്ട് RSX ബ്രാൻഡിലുള്ള ഷൂസ് നോക്കി. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ കാലിൻ്റെ സൈസ് വന്നിട്ട് 6ആണ്. അപ്പോൾ ഞാൻ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് വലിയ ഷൂ ഓർഡർ ചെയ്തു. അതപ്പോൾ ഇത് 6.5 എടുക്കാൻ കാരണം അതാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ മുമ്പേ നോക്കി വെച്ചൊരു ഷൂ ആയിരുന്നു ഈ കളർ, ഈ സംഭവത്തിൽ. അതായത് പ്ലെയിൻ വൈറ്റും അല്ല, ഒരുപാട് ഡാർക്ക് കളറും അല്ല, അവർ ഫുൾ ഒരു മിക്സ് വരുന്ന പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. അതുപോലെ തന്നെ ഇതിൻ്റെ സോളൊക്കെ വന്നിട്ട് റബ്ബറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇതൊക്കെ നമുക്ക് നന്നായി ഫീൽ ആവുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ആവുന്നുണ്ട്. നമുക്കിനി ഇത് കാലിലിട്ടിട്ട് നമുക്ക് എങ്ങനെ കംഫർട്ടാണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് റൗണ്ട് ഷേപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കാലത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഫീൽ ആവുന്നില്ല. നല്ല കംഫർട്ട് ഉണ്ട്. ബട്ട് നമ്മൾ വേറെ പൂമ ഷൂസ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സോളല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള സോളാണ്. ബട്ട് കംഫർട്ടിന് യാതൊരു കുഴപ്പമില്ല ഗൈസ്. അതുപോലെ തന്നെ കുറച്ച് വെയിറ്റും ഉണ്ട്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി സാധനം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ന് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഷൂ ഭ്രാന്തന്മാരായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഗൈസ്. ഓക്കെ ദെൻ ബൈ.